കൊലപാതകമാണ്, മരണം എന്ന് പറയരുത്. വയനാട് DCC പ്രസിഡന്റും ബത്തേരി MLA-യും നിരപരാധിയായ ഒരു മനുഷ്യനെ ലക്ഷങ്ങൾ കബളിപ്പിച്ചു, വലിയ കൊള്ള നടത്തി, സഹകരണ കൊള്ള. നോക്കണം എന്താ കാരണം. ബത്തേരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിലെ BJPയെ പരാജയപ്പെടുത്താൻ, അട്ടിമറിക്കാൻ കഴിഞ്ഞില്ല, ഞങ്ങൾ തന്നെ വന്നു. ലക്ഷങ്ങൾ കോഴ കൊടുത്ത് അവിടെ നടത്തിയ ക്രമക്കേടുകളാണ്, നിയമന കോഴയാണ്, ഭരണം അട്ടിമറിക്കാൻ നടത്തിയ കോഴയാണ്. എന്നിട്ട് ആ മനുഷ്യൻ്റെ പണം മുഴുവൻ കൊള്ളയടിച്ചത് IC ബാലകൃഷ്ണനും DCC പ്രസിഡന്റും അടങ്ങുന്ന ആൾക്കാരാണ്. സുധാകരൻ പറഞ്ഞ പോലെ ഇതൊരു ആഭ്യന്തര കാര്യമൊന്നുമല്ല, ഒരു പാർട്ടി കാര്യമല്ല. വളരെ വ്യക്തമായിട്ടുള്ള കത്ത് എഴുതി വച്ചാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വിവരം കിട്ടിയിട്ടുണ്ട്. അവരെയാണ് ശരിക്കും ചോദ്യം ചെയ്യേണ്ടത്. IC ബാലകൃഷ്ണനെയും അപ്പച്ചനെയും മാത്രം ചോദ്യം ചെയ്താൽ പോരാ. വയനാട് DCC ട്രഷററുടെ മരണത്തിന് പിന്നിലുള്ള കാരണങ്ങൾ അന്വേഷിക്കാൻ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അടക്കം ചോദ്യം ചെയ്യണം. അവർക്കറിയാമായിരുന്നു ഇതെല്ലാം. കത്തയച്ചത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമാണ്. ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ യാചനകളെല്ലാം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അതിനെ നിഷ്കരണം തള്ളിക്കളഞ്ഞതാണ്. ഒരു ധാർമ്മികതയുടെ അംശം ഉണ്ടായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇതിൽ ഇടപെടുമായിരുന്നു. പ്രിയങ്ക ഗാന്ധി വയനാട് MP-യാണ്, രാഹുൽ ഗാന്ധി നേരത്തെ MP-യാണ്. ഈ ആളെ അറിയുന്ന, ഈ കുടുംബത്തെ അറിയുന്ന ആൾക്കാരാണ്. ദാരുണമായ ഈ ഒരു സംഭവത്തിൽ ഒരു മനസാക്ഷിയുമില്ലാത്ത നിലപാടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എടുത്തത്. സുധാകരൻ പറയുകയാണ് ഇതൊരു ആഭ്യന്തര കാര്യമാണ്. ഒരു ആഭ്യന്തര കാര്യമല്ല. പണം കൊടുത്ത്, കബളിപ്പിച്ച്, തട്ടിയെടുത്ത്, വീടിൻ്റെ ആധാരവും രേഖകളും ബാങ്കിൽ പണയപ്പെടുത്തി, വ്യാജ ചെക്ക് കൊടുപ്പിച്ച് ഒരു മനുഷ്യനെ കൊലയ്ക്ക് കൊടുക്കുകയായിരുന്നു വയനാട് DCC പ്രസിഡന്റും ബത്തേരി MLA.